കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും എൻ്റെ എളിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് മരണം വരെ രാജതുല്യമായിട്ട് ജീവിക്കുന്ന ചില നക്ഷത്രക്കാരും ഗ്രഹനിലക്കാരുമുണ്ട്. കാരണം മരണം എപ്പോഴും നമ്മുടെ മുമ്പിൽ തന്നെ, എപ്പോഴും നമ്മുടെ മുൻപിലുള്ള ഒരു സാധനം, ഒരു പ്രക്രിയയാണ് മരണം. പ്രപഞ്ച സത്യമാണ് അല്ലേ? നമ്മളെല്ലാവരും എല്ലാവരും ജനിച്ചു കഴിഞ്ഞാൽ മരിച്ചിരിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. ഒരു ജനനമുണ്ടെങ്കിൽ ഒരു മരണമുണ്ട്, അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. എന്നോട് കമൻ്റ് ചെയ്ത വിഷയങ്ങളാണ് ഞാൻ പറഞ്ഞത്. മരണം വരെ രാജതുല്യമായിട്ട് ജീവിക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ടോ? അങ്ങനെയുള്ള ഗ്രഹനിലയുണ്ടോ? ചോദിച്ചത് നല്ലതിനോ തെറ്റിനോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അവർക്കുള്ള ആ ഒരാൾക്കുള്ള ഒരു മറുപടി എന്നോണം ഞാൻ പറയാം. മരണം വരെ രാജതുല്യമായിട്ട് ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. നമ്മളത് നോക്കിയാൽ ചില നക്ഷത്രക്കാരുണ്ട്. പക്ഷെ മരണം രാജതുല്യമെന്ന് വിചാരിച്ചാൽ എന്താ? 4 നേരം മൃഷ്ടാന്ന ഭോജനം, അവരുടെ ഇംഗിതത്തിനനുസരിച്ച് പരിചാരകർ, മറ്റാൾക്കാർ, എല്ലാവരും ഉള്ള ഒരു സംവിധാനത്തോടു കൂടി ജീവിക്കുന്ന ആൾക്കാരാണ് മരണം വരെ രാജതുല്യമായിട്ട് ജീവിക്കുന്ന, ചക്രവർത്തിയായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ചില നീചഭംഗ രാജയോഗത്തിലും ഗജകേസരി യോഗത്തിലും ഒക്കെ ജനിച്ചിരിക്കുന്ന, അതിലൊരു കാരകത്തുള്ള ആദിത്യനാണ്. അച്ഛനും ദേവനൻ രാജാവ് ആത്മാവും പ്രാണനസ്ഥിയും. അപ്പം ദേവനെ ചിന്തിക്കുന്നത്, അച്ഛനെ ചിന്തിക്കുന്നത്, ഇതൊക്കെ ആദിത്യൻ്റെ കാരകത്വമാണ് അല്ലേ? ഈ ആദിത്യൻ ആ രാശിയിൽ ഒന്നിച്ച് നിൽക്കുകയോ ആദിത്യൻ്റെ പൂർണ്ണ ദൃഷ്ടി ആ യോഗകാരകത്വം വഹിക്കുന്ന ദിഗ്ഗ്രഹ യോഗം എന്ന് പറയും. യോഗദൃഷ്ടി ഉണ്ടെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ, ഒരുപാട് ആൾക്കാരുണ്ട്. അത് രാജകീയ. പക്ഷെങ്കിൽ മറ്റൊരു കാര്യം മനസ്സിൽ, എല്ലാം ഈശ്വരൻ കൊടുക്കില്ല. ഒരിക്കലും മനസ്വസ്ഥത ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത നക്ഷത്രങ്ങളാണ് മനസ്സിന് സ്വസ്ഥത. രാജതുല്യൻ എന്ന് പറഞ്ഞാൽ ആ പ്രൗഢിയോടും ആഹാരങ്ങളും വസ്ത്രങ്ങളും സ്വർണ്ണവിഭൂഷണങ്ങളും വാഹനങ്ങളും പരിചാരകരും ഒക്കെയുള്ള ആൾക്കാരായിരിക്കാം. പക്ഷെ അവർക്കൊന്നും മനസ്വസ്ഥത എന്ന് പറയുന്ന ഒരു സാധനമില്ല ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത്. അങ്ങനെയുള്ള നക്ഷത്രത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് ഭരണി. അതുപോലുള്ള നക്ഷത്രത്തിൽപ്പെട്ടതാണ് രേവതി. മനസ്വസ്ഥത എന്ന് പറഞ്ഞാൽ വളരെയധികം കുറഞ്ഞിരിക്കുന്നതായിട്ടുള്ള അവസ്ഥയാണ്. ഓരോ ദിവസങ്ങളിൽ നമ്മളിലേക്കാളൊക്കെ ഇരട്ടി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊരു നക്ഷത്രമാണ് രേവതി. അതുപോലെ തിരുവാതിര നക്ഷത്രം രാജപ്രൗഢിയോടും കാണാൻ രാജപ്രൗഢിയോട് ജീവിക്കുന്ന കാണാം, ആഡംബരാദി വിഷയങ്ങളോടുകൂടി ജീവിക്കുന്ന കാണാം. പക്ഷെ മനസ്വസ്ഥത കാണത്തില്ല. അതുപോലെ തന്നെയാണ് രോഹിണി നക്ഷത്രക്കാർ. ഒരുപാട് കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ അനുഭവിക്കാൻ തയ്യാറായിട്ട് രാജപ്രൗഢിയോട് ജീവിക്കുന്ന ആൾക്കാരാണ്.
അതുപോലെയാണ് അത്യന്തം ഇതായിട്ടുള്ള ആയില്യ നക്ഷത്രക്കാർ, അതുപോലെ മൂലം നക്ഷത്രക്കാർ, തൃക്കേട്ട നക്ഷത്രക്കാർ, വിശാഖം നാൾ തിരുനാൾ എന്നൊക്കെ പറയുന്ന രാജാക്കന്മാരുണ്ടായിരുന്നു. വിശാഖ നക്ഷത്രക്കാർ, ഇങ്ങനെയൊക്കെയുള്ള അവിട്ടം നാള്, ഇങ്ങനെയൊക്കെയുള്ള ചില നക്ഷത്രം. പക്ഷേ ഈ നാൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ പറ്റത്തില്ല. ഇവർക്ക് രാജകീയ യോഗത്തോടോ രാജപ്രൗഢിയോടോ എല്ലാ നവരസങ്ങളും അനുഭവിച്ച് ജീവിക്കാൻ കഴിവുള്ള ചില നക്ഷത്രങ്ങളാണ്. എന്നാൽ മനസ്സിനൊരിക്കലും ജീവിതകാലം മൊത്തവും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ വളരെയധികം മനസ്വസ്ഥത കുറഞ്ഞും മാനസികയുടെ വിദ്വേഷങ്ങൾ അനുഭവിച്ചും അത്യന്തം ശത്രുതാബലത്തോടും ഒക്കെ കൂടി ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പം അങ്ങനെയുള്ള നക്ഷത്രക്കാരാണ് നമ്മളിപ്പം പറഞ്ഞിരിക്കുന്ന ആളുടെ വിഷയത്തിൽ. ഇതിൽ വേറെ നക്ഷത്രവും എല്ലാ നക്ഷത്രവും ഉണ്ട്. പക്ഷേ എങ്കിൽ ചില നക്ഷത്രങ്ങളും ചില ഗ്രഹനിലകളും നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരെ കാണാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് മറ്റു കാര്യങ്ങളോടെ കുറേ ശ്രദ്ധ പുലർത്തവും പരിഹാരങ്ങളും ഒക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിശ്ചയവുമായ നന്ദി. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.